എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 74 ശ്ലോകം 38 മുതല് 45 വരെ 8 ശ്ലോകങ്ങൾ. ഭഗവാനെ പറ്റിയിട്ട് പറയാവുന്ന നിന്ദാവാക്കുകൾ മുഴുവനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഗോപാലനല്ലേ, പേടിച്ചോടി സമുദ്രത്തിന്റെ നടുക്കുള്ള കൊട്ടാരത്തിൽ പോയി താമസിക്കണം. ഒരു ധർമ്മങ്ങളും ചെയ്യണില്ല. വേദശബ്ദം കേൾക്കാത്ത ദുർഗമമായ ആ സമുദ്രമധ്യത്തിലെ ഗൃഹത്തിലെ അവൻ വസിക്കണത്. ഇതിനെയൊക്കെ ആരാ പൂജിക്കാൻ അർഹനാണെന്ന് പറഞ്ഞത്? ഇങ്ങനെയൊക്കെയാണ് പറയണത്. പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആക്ഷേപിച്ചു. പക്ഷെ ഇതെല്ലാം കേട്ട് മിണ്ടാതെ ചിരിച്ചുകൊണ്ടിരിക്കുക. ജനങ്ങൾക്ക് അതങ്ങോട്ട് കേട്ടിട്ട് സഹിക്കണില്ല. സദസ്യരെല്ലാവരും എണീറ്റ് പോയി അവിടുന്ന്. ഭഗവാനെ പറ്റി, ഈശ്വരനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിരിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാവരും എണീറ്റ് പോണു. ഭഗവാൻ മാത്രം അവിടെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 38. ഏവമാദീന്യഭദ്രാണി ബഭാഷേ നഷ്ടമംഗള നോവാച കിഞ്ചിത് ഭഗവാൻ യഥാ സിംഹ ശിവാരുതം. ഇങ്ങനെ ആസന്ന മൃത്യുവായ ശിശുപാലൻ അമംഗളവാക്യങ്ങൾ പറയുന്നത് കേട്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ കുറുക്കൻ നിലവിളിക്കുന്നത് കേട്ട് നിൽക്കുന്ന സിംഹം എന്ന പോലെ ഒന്നും പറയാതെ ഇരുന്നു, ഒന്നും മിണ്ടാതെ ഇരുന്നു ഭഗവാൻ. ഭഗവൻ നിന്ദനം ശ്രുത്വാ ദുസ്സഹം തൽസഭാസദ കർണോ വിധായ നിർജഗ്മു ശപന്തശ്ചേദിപം രുഷാ. ഈശ്വരനെ നിന്ദിക്കുന്നത് കേട്ടിരിക്കാൻ അവർക്ക് പ്രയാസാണ്. അതുകൊണ്ട് ദേഷ്യത്തോടെ ശിശുപാലനെ ശപിച്ചും കൊണ്ട് ആ സദസ്യരെല്ലാം സഭയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തുപോയി. ഭഗവൻ നിന്ദ കേട്ടിരിക്കുന്നത് പാപാണെന്ന് ആ സദസ്സിലുള്ള സഭ്യന്മാരും വെളിപ്പെടുത്തി. നിന്ദാം ഭഗവത ശൃണ്വൻ തൽപരസ്യ ജനസ്യ വാ തതോ നാപൈതിയസോപി യാത്യഥ സുഹൃതാച്യുത. അങ്ങനെ സഭയിൽ നിന്ന് പോയത് നന്നായി എന്നാണ് പറയണത്. ഭഗവാനെയോ ഭക്തന്മാരെയോ നിന്ദിക്കുന്നത് കേൾക്കാൻ ഇട വന്നാൽ അങ്ങനെ നിന്ദിക്കുന്നവനെ ശാസിക്കാൻ സാധിക്കാത്തവര് ഉടനെ ആ സ്ഥലം വിട്ടുപോകണം. അങ്ങനെ വിട്ടുപോകാതെ ആര് അവിടെ തന്നെ ഇരിക്കുന്നുവോ അവനും നരകത്തിൽ പ്രവേശിക്കും. അതുകൊണ്ട് ശിശുപാലന്റെ നേർക്ക് എതിർക്കാൻ ശക്തിയില്ലാത്ത സഭാവാസികള് ഉടനെ സഭ വിട്ടു പുറത്തുപോയത് ന്യായം തന്നെയാണ്. തത പാണ്ഡുസുതാ ക്രുദ്ധ മത്സ്യകൈകയ സൃഞ്ജയാ ഉദായുധാ സമുദ്ധസ്തു ശിശുപാലജിഘാംസവ. പാണ്ഡവന്മാരെല്ലാവരും ഇതങ്ങോട്ട് കേട്ടിട്ട് അവർക്ക് സഹിച്ചില്ല. മത്സ്യ കൈകയ സൃഞ്ജന്മാരും ശിശുപാലന്റെ ആ നിന്ദാവാക്യങ്ങൾ കേട്ടിട്ട് കോപിച്ച് ഇപ്പൊ അവനെ സംഹരിക്കണം എന്ന ആഗ്രഹത്തോടെ ആയുധങ്ങളൊക്കെ കണ്ട് എടുത്ത് കൈ പിടിച്ച് എല്ലാവരും ചാടിയണ്ട് എഴുന്നേറ്റു. തതശ്ചൈദ്യസ്തു അസംഭ്രാന്തോ ജഗൃഹേ ഖഡ്ഗചർമ്മണി ഭർസയൻ കൃഷ്ണപക്ഷീയാൻ രാജ്ഞ സദസി ഭാരത. ശിശുബ്രഹ്മർഷി പറയണു, പാണ്ഡവാദികളൊക്കെ കണ്ട് എഴുന്നേറ്റപ്പോ ശിശുപാലന്റെ സംഘക്കാരെല്ലാം പരിഭ്രമിച്ചു. അവർക്ക് ഭയായി, എന്താ ഇവിടെ ഇപ്പൊ ചെയ്യേണ്ടത് എന്ന് അവർക്കൊരു നിശ്ചയമില്ലാതെ അവർ ഇരിക്കുകയാണ് എല്ലാവരും. ശിശുപാലനാവട്ടെ യാതൊരു സംഭ്രാന്തി ഉണ്ടായില്ല, ഒരു പരിഭ്രമവും ഇല്ല, ഭയവും ഇല്ല. ഇവരങ്ങനെ എഴുന്നേറ്റിന് കണ്ടപ്പോ ആ ശ്രീകൃഷ്ണ പക്ഷക്കാരായിട്ടുള്ള രാജാക്കന്മാരെ അവരെയും കൂടി ശകാരിച്ചും കൊണ്ട് വാളും പരിചയൊക്കെ അങ്ങോട്ട് കയ്യിലെടുത്ത് പുറപ്പെട്ടു. താവതുത്ഥായ ഭഗവാൻ സ്വാൻ നിവാര്യ സ്വയം രുഷ ശിരക്ഷുരാന്തചക്രേണ വ്യകാരാപതതോരിപോ. ഭക്തവത്സലനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ പാർഷദനായ ശിശുപാലൻ തന്നെ പോലെ പരാക്രമമുള്ളവനാണെന്ന് നല്ലോണം അറിയാം ഭഗവാന്. അതുകൊണ്ട് തന്റെ പക്ഷക്കാരായ രാജാക്കന്മാരെ ഒക്കെ സംഹരിക്കാൻ ശക്തനാണ് ശിശുപാലൻ എന്ന് അറിഞ്ഞതുകൊണ്ടു. എന്നാൽ ഭഗവാൻ അറിയാലോ. അപ്പോ സനകാദി മഹർഷിമാരുടെ ശാപം കൊണ്ട് ദ്വേഷഭക്തി അംഗീകരിച്ച് 3 ജന്മം ഭൂലോകത്തിൽ ജനിച്ച് ഭഗവാന്റെ കൈകൊണ്ട് മരണം പ്രാപിച്ചാൽ വീണ്ടും വിഷ്ണു പാർഷദനായി വരുമെന്നുള്ള ആ ശാപമോക്ഷം അനുസരിച്ചാണ്
അവര് 3 ജന്മം സ്വീകരിച്ചത്. ആദ്യം ഹിരണ്യകശിപുവായിട്ട് ജനിച്ചു, നരസിംഹമൂർത്തിയായപ്പോ ഭഗവാൻ സംഹരിച്ചു. രാവണനായപ്പോഴോ ശ്രീരാമമൂർത്തിയായ ഭഗവാൻ സംഹരിച്ചു. ഇപ്പോൾ ഇതാ 3-ാമത്തെ ജന്മത്തില് ശിശുപാലനായിട്ട് വന്നിരിക്കുന്നു. ഉടനെ സംഹരിച്ചു മോക്ഷം നൽകണം എന്നുള്ള ആ ത്വരയോടുകൂടി ഭഗവാൻ ആ പാണ്ഡവാദികളെ തടഞ്ഞു. വേണ്ട വേണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട, എല്ലാവരും അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ നേരിട്ട് വരുന്ന ശത്രുവായ ശിശുപാലന്റെ ശിരസ് ആ സുദർശന ചക്രം കൊണ്ട് അങ്ങോട്ട് മുറിച്ചിട്ടു. തന്റെ പാർഷദന്മാരായിട്ടുള്ള ജയവിജയന്മാര് തന്റെ എതിരാളികളായിട്ട് വരണം എന്ന് ഭഗവാനുണ്ടായ ഒരു ഇച്ഛയാണ് ഈ സനകാദികളുടെ ശാപം കാരണം എന്ന് ആ ശാപം നേരിട്ട ഒരവസരത്തില് സൂചിപ്പിച്ചിട്ടുണ്ട്. സുദർശന ചക്രം കൊണ്ട് ശിശുപാലന്റെ ശിരസ് അങ്ങോട്ട് ഛേദിച്ച് കണ്ടപ്പോ ജനങ്ങളെല്ലാവരും ശബ്ദം ഉയർത്തണം. ശബ്ദകോലാഹലോപ്യാസിൽ ശിശുപാലേ കഥേ മഹാൻ തസ്യാനുയായിനോ ഭൂപ ദുദ്രൂർജീവിതൈഷിണ. ഇങ്ങനെ ഭഗവാൻ ശിശുപാലനെ സംഹരിച്ചപ്പോ സഭാവാസികളായ സജ്ജനങ്ങളും ഭഗവത് ഭക്തന്മാരും സാധു സാധു ജയ 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 എന്നിങ്ങനെയുള്ള ശബ്ദങ്ങള് വളരെ ആഘോഷമായിട്ട് പുറപ്പെടുവിച്ചു. സദസ്സിലെല്ലാം എല്ലാവർക്കും സന്തോഷമായി. ശിശുപാലനെ ഭഗവാൻ വധിക്കുന്നത് കണ്ടപ്പോ ശിശുപാലപക്ഷക്കാരായ രാജാക്കന്മാരോ ജീവൻ കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹത്തോടെ അവിടുന്ന് ഓടിപ്പോയി എല്ലാവരും. ചൈത്യദേഹോധിതം ജ്യോതി വാസുദേവമുപാവിശൽ പശ്യതാം സർവഭൂതാനാം ഉൽക്കേവ ഭുവി കാച്യുത. ഉടനെ ആ ശിശുപാലന്റെ ദേഹത്തിൽ നിന്ന് ഒരു തേജസ് അങ്ങോട്ട് പുറപ്പെട്ടു. ആ തേജസ് വിഷ്ണു പാർഷദ സ്വരൂപമാണ്. ശരീരം നശിക്കുമ്പോഴും ആ തേജസ്സിന് നാശമില്ല. ആകാശത്ത് നിന്ന് വീഴുന്ന നക്ഷത്രാദി രൂപ തേജസ് ഭൂമിയിൽ ലയിക്കുന്നത് പോലെ സകല ജനങ്ങളും നോക്കിക്കൊണ്ട് നിൽക്കെ ശിശുപാല ശരീരത്തിൽ നിന്നുണ്ടായ ആ തേജസ് ഭഗവാനെ തന്നെ ചെന്നങ്ങോട്ട് ലയിച്ചു. എല്ലാവരും കണ്ടു. എല്ലാവരും അത്ഭുത സ്തബ്ധരായിട്ട് അങ്ങനെ നിൽക്കണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.